അത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. ചില കലാസൃഷ്ടികൾക്ക് മരണമില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കിരീടമാണ്. അതിന് ലോഹിതദാസ് തുടങ്ങി ജോൺസൺ മാസ്റ്റർ തുടങ്ങി തിലകൻ ചേട്ടനുള്ള പോലെയുള്ള ആക്ടേഴ്സ് എല്ലാവരും ഒരു വലിയ നിര ആൾക്കാർ ഇന്ന് നമ്മുടെ ഇടയില്ല. മോഹൻലാലും തിലകൻ ചേട്ടൻ ചെയ്ത അച്ഛനും മകനും എന്നുള്ളൊരു വേഷം സേതുമാധവനായും അച്യുതൻ നായരുമായിട്ട് മാത്രമാണ്. അത് മോഹൻലാലും തിലകനുമായിട്ടല്ല നമ്മൾ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഇതിനെ ഡയറക്റ്റായിട്ട് എനിക്കൊരു ഈ സിനിമയുടെ ഒരു വിജയത്തെക്കുറിച്ച് എന്നോട് പങ്കുവെക്കുന്നത് മോഹൻലാലാണ്. പലപ്പോഴും സക്സസ് നമുക്ക് ആസ്വദിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരുപാട് അതിന് പുറകിലുണ്ടായ നമ്മുടെ എഫേർട്ടുണ്ട്. ആ എഫേർട്ടുകൾക്കെല്ലാം ഒരു പൂർണ്ണത വരുന്നത് അത് നമ്മളുടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ആ ഒരു സർക്കിൾ പൂർത്തിയാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ കിരീടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഒരു പുതിയ തലമുറയിലെ എഴുത്തുകാർക്കും സിനിമ പ്രവർത്തകർക്കും ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. സത്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സീൻ വന്നപ്പോഴും ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് ചെയ്ത പോലെ അല്ലാതെ അല്ലെങ്കിൽ അതിനോട് അത്തരത്തിലൊരു എക്സെൻട്രിസിറ്റിയുടെ സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് അതിൻ്റെ ഒരു വളരെ ലൈറ്റർ വേർഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഗോപിച്ചേട്ടനായാലും മുരളിയൊക്കെ ആയാലും അവരൊക്കെ ഇതിനെ വല്ലാതെ കൂടെ ഉള്ളിലെടുക്കും. കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു അവരൊക്കെ തിയേറ്റർ ഒരു എക്സ്പീരിയൻസും കൂടെ വരുന്നതുകൊണ്ട് അവർ കുറച്ചും കൂടെ അതിനെ വളരെ ഉള്ളിലേക്ക് എടുത്ത് ചെയ്തു ശീലിച്ചു ആയതുകൊണ്ട്. ലാല് പക്ഷേ അങ്ങനെയല്ല, ലാൽ ഈസ് എ സ്പോണ്ടേനിയസ് ആക്ടർ. എൻ്റെ വീട്ടിൽ നിന്ന് കൂടെ ഉള്ളത് സിബി മലയിലാണ്. വെൽക്കം സാർ. താങ്ക് യു. ഇപ്പം കിരീടത്തിൻ്റെ റിലീസായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത്. ചില സിനിമകൾക്ക് മരണമില്ല എന്ന് പറയാറുണ്ട്. കിരീടം അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. ഈ 37 വർഷങ്ങൾക്കിപ്പുറവും ഇപ്പോഴത്തെ തലമുറയാണെങ്കിലും എല്ലാവരും നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളിലൊന്നാണ് കിരീടം. അപ്പം അന്നത്തെ തലമുറയും ഇന്നത്തെ തലമുറയും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലേക്ക് ഇത് ഈ 4K ദൃശ്യ മികവോടെ റിലീസ് ചെയ്യുമ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നിന്നുള്ളൊരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ് സാർ വിചാരിക്കുന്നത്? ഇത് കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയ ഈ സിനിമ കണ്ട ശേഷം പ്രത്യേകിച്ചും യൂട്യൂബിലൊക്കെ ആയിട്ട് കണ്ടവരുടെ ഒരു റെസ്പോൺസ് നമ്മൾ കാണാറുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ അന്ന് ജനിച്ചിട്ടില്ലാത്തവരും അല്ലെങ്കിൽ അന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഉൾക്കൊള്ളാനുമുള്ള പ്രായമായിട്ടില്ലാത്തവരൊക്കെയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ കണ്ടിട്ടുണ്ടായ അവരുടെ ഒരു ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഈ പറയുന്ന പോലെ ഒരു കൾട്ട് ക്ലാസിക് എന്ന് പറയുന്ന നിലയിൽ മലയാളം കണ്ട ഏറ്റവും മികച്ച സിനിമകളിലൊന്ന് എന്ന് ആൾക്കാർ പറയുന്ന ഈ ഒരു സിനിമ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒരു വട്ടമെങ്കിലും കാണാൻ ആഗ്രഹിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. അദ്ദേഹത്തിന് ആദ്യത്തെ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ്. ലോഹിതദാസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഏറ്റവും മികച്ച രചനകളിലൊന്നാണ്. അങ്ങനെ എല്ലാ രീതിയിലും കാലത്തെ അതിജീവിക്കുന്ന ഒരു സിനിമയായിട്ട് അത് നിലനിൽക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ചില കലാസൃഷ്ടികൾക്ക് മരണമില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കിരീടമാണ്. ഇതിനു മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞു ദേവദൂതൻ ടൈമിലായിരുന്നു ഞാൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ഫസ്റ്റ് ടൈം എടുത്തത്. അന്ന് ദേവദൂതനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അന്നത്തെ കാലത്ത് ആ സിനിമ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നീട് സോഷ്യൽ മീഡിയയുടെ വരവും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ സിനിമയ്ക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. പക്ഷെ കിരീടം നോക്കുമ്പം അന്നത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ ഒന്നാണ്. 100 ദിവസത്തിലധികം തിയേറ്ററിലുണ്ടായിരുന്നു. അത് കണ്ട് കരയാത്ത ആളുകൾ ഇല്ല. ഞാൻ കേട്ടെടുത്തോളം, ഞാൻ ജനിച്ചിട്ടില്ല ആ ടൈമിൽ, ഞാൻ കേട്ടെടുത്തോളം ആ സിനിമ അന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടവരെല്ലാം കരഞ്ഞുകൊണ്ടായിരുന്നു പോയത്. അപ്പം ഇപ്പം അതിൻ്റെ ഒരു ഇമോഷൻ ഉണ്ടല്ലോ. ഇപ്പം ഈ ഇമോഷൻസും ഇതുപോലെ തന്നെ ജനറേഷൻ കഴിഞ്ഞാലും ഇമോഷൻസ് അധികം മാറാറില്ല. ആൾക്കാരെ അത് എഫക്റ്റ് ചെയ്യുന്ന രീതികൾ ഏറെക്കുറെ സിമിലർ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഈ ഒരു അത്രയും നമുക്കറിയാം കഥ അതിൻ്റെ അറിയാമെങ്കിൽ പോലും അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ പോകുന്ന ആ ഒരു സ്പാർക്ക് എന്തായിരിക്കും? ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ദേവദൂതൻ്റെ കഥ പറഞ്ഞതുപോലെ അത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട്. തിയേറ്ററിൽ ആദ്യമായിട്ട് കാണുന്ന ഈ റിലീസിന് മാത്രം വന്ന് കണ്ടവരുണ്ടാവും. പക്ഷേ കിരീടത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല, അത് കാണാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കാം. തിയേറ്ററിൽ കാണാൻ കഴിയാത്തവർ പോലും മറ്റ് മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ സിനിമയുടെ ഒരു നമ്മളെല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. കാരണം ഇതിനെ പലപ്പോഴും ചിലരൊക്കെ ഇതിനൊരു ആക്ഷൻ പാർട്ടിനെ കുറിച്ചാണ് പറയാറുള്ളത്. പക്ഷേ ഈ ആക്ഷനൊക്കെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഇമോഷണൽ ബാക്കിംഗ് ഉണ്ട്. ഏതൊരു സിനിമയിലും നമ്മളൊരു ആക്ഷൻ സീക്വൻസിൻ്റെ കൂടെ പ്രേക്ഷകർ ചേർന്ന് നിൽക്കുന്നത് അതിനൊരു ഇമോഷണൽ സപ്പോർട്ടുള്ളപ്പോഴാണ്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബാക്കപ്പ് ഉള്ളപ്പോഴാണ്
ആ ആ ഒരാൾക്ക് ഇപ്പോൾ അയാൾക്കിട്ടൊരു അടി കൊടുക്കണമെന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഇമോഷണലായിട്ടുള്ള ഓഡിയൻസിനെ കൂടെ കൊണ്ടുപോകുമ്പോഴാണ് അത് വർക്കാകാറുള്ളത്. ഈ സിനിമ ഇമോഷനും ആക്ഷനും ഒക്കെ ഒരേപോലെ തന്നെ ഇൻറ്റൻസായിട്ട് ഈ സിനിമയുടെ ഉടനീളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്കും ഇപ്പോൾ കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഈ സിനിമ വർക്കാവും. പിന്നെ ഈ ഒരു ആക്ടറുടെ ഏറ്റവും വലിയ പെർഫോമൻസാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്ത എല്ലാവരുടെയും മികച്ച പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും ഒരു കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും ഈ സിനിമ വീണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കൽ കൂടി തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അതേ ഇമോഷൻസ് അവർക്ക് ഇപ്പോഴും കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ആക്ടേഴ്സിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്ന പല ആക്ടേഴ്സും ഇപ്പം ഇല്ല, വളരെ ചുരുക്കം ആൾക്കാരാണ് ഇപ്പം ഉള്ളത്. അപ്പം ഇവരുടെ ഒരു അഭാവത്തിൽ ഇത് റിലീസ് ചെയ്യുക എന്നതിൻ്റെ ആ ഒരു ഇമോഷൻ എങ്ങനെയാണുള്ളത്? നമ്മളന്ന് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടന്ന ദിവസം, അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടന്ന ഈ ദിവസം നമ്മൾ അവരെ എല്ലാവരും ആദരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അവരുടെ എല്ലാവരുടെയും ചിത്രങ്ങൾ വെച്ചിട്ട് അതിന് മുമ്പിൽ എല്ലാവരും വന്ന് ഒരു പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടാണ് ഇതിൻ്റെ, കാരണം ഇവരെല്ലാവരും ഈ സിനിമയുടെ ഏറ്റവും വലിയ രീതിയിൽ ഇതിൻ്റെ ഭാഗമായി ഉള്ളവരാണ്. അവരുടെയൊക്കെ പ്രസൻസ് അന്ന് ആ സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്തതാണ്. അവരുടെ പെർഫോമൻസുകൾ, ആക്ടേഴ്സ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും അങ്ങനെ തന്നെയാണ്. അതിന് ലോഹിതദാസ് തുടങ്ങി, ജോൺസൺ മാസ്റ്റർ തുടങ്ങി, തിലകൻ ചേട്ടനുള്ള പോലെയുള്ള ആക്ടേഴ്സ് എല്ലാവരും, ഒരു വലിയ നിര ആൾക്കാർ ഇന്ന് നമ്മളിവിടെ ഇല്ല. പക്ഷേ അവരുടെ എല്ലാം വലിയ കോൺട്രിബ്യൂഷൻ ഈ സിനിമയുടെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരവരുടെ പാട്ട് അവരെല്ലാവരും ഏറ്റവും മികവോടെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഓർക്കാതെ നമുക്ക് ഈ ഒരു സിനിമ രണ്ടാം വട്ടം തിയേറ്ററിൽ എത്തുമ്പോൾ അവരെ ഓർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഇവരെല്ലാവരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാകണമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. എങ്കിലും അവരുടെ സാന്നിധ്യത്തെ നമ്മളവിടെ തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെ ഓർത്തുകൊണ്ട് തന്നെയാണ് ആ ട്രെയിലർ ലോഞ്ച് നടന്നത്. അവിടെ സംസാരിച്ചവരെല്ലാവരും ആ ഒരു ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്തു. ഇതൊരു നമുക്ക് മോഹൻലാലും തിലകൻ ചേട്ടൻ ചെയ്ത അച്ഛനും മകനും എന്നുള്ളൊരു വേഷം, കഥാപാത്രങ്ങൾ സേതുമാധവനായും അച്യുതൻ നായരുമായിട്ട് മാത്രമാണ്. അത് മോഹൻലാലും തിലകനുമായിട്ടല്ല നമ്മൾ മുമ്പിൽ നിൽക്കുന്നത്. ആ കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് ഇന്നും ആൾക്കാർ സേതുമാധവനെയും അച്യുതൻ നായരെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവർ നമ്മുടെ ചുറ്റും എവിടെയോ ജീവിക്കുന്ന ആൾക്കാരെന്നുള്ള ഒരു ചിന്ത പോലും ആൾക്കാരുടെ ഉള്ളിലുണ്ട്. സാധാരണക്കാരുടെ ഇടയിൽ അവർ തങ്ങളുടെ പരിസരങ്ങളിൽ എവിടെയോ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ബോധ്യത്തിലാണ്. കാരണം ഈ സിനിമ ആരും തിയേറ്ററിൽ കണ്ട് അവിടെ മറന്ന് അല്ലെങ്കിൽ അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് പോകുകയല്ല. ഇത് ഈ കഥയും കഥാപാത്രങ്ങളും അവരോടൊപ്പം തന്നെ ഈ കാലങ്ങളോളം സഞ്ചരിക്കുന്നുണ്ട്. അന്ന് 37 വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ സിനിമ കണ്ട ആൾക്കാർക്ക് പോലും ഇന്നും അതിനോട് അതേ രീതിയിലുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, ഇപ്പം ഞാൻ ഇതിനു മുൻപൊരു റീല് കണ്ടതായിരുന്നു. ഒരു ആക്ടർ പറയുന്നതാണ്, റോഷൻ മാത്യു പറയുന്നതാണ്, കിരീടം റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളൂ. ഒരു തവണ കണ്ടിട്ട് വീണ്ടും കാണുന്നു. ഒരു മീം രൂപേണയാണ് ഞാൻ ആ റീല് കണ്ടത്, മീമായിട്ട് ഇങ്ങനെ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പേടിക്കണം എന്നുള്ളത്, കാരണം അത്രയും ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട്. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുന്നതാണ്, അന്ന് ഈ സിനിമ റിലീസ് ആയപ്പോൾ എങ്ങനെയായിരുന്നു, ഫസ്റ്റ് ഡേ ഉള്ള പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാൻ ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തൊന്നും ഇത് തിയേറ്ററിൽ പോയി കാണാനോ അല്ലെങ്കിൽ പ്രേക്ഷകരോട് ഇരുന്ന് സിനിമ ആസ്വദിക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഞാൻ അപ്പോഴേക്കും അടുത്ത സിനിമ തുടങ്ങിപ്പോയി. ദശരഥം എന്ന സിനിമയുടെ ജോലികളുമായിട്ട് ഞാൻ ഊട്ടിയിലാണ്. അപ്പോൾ ഈ നാട്ടിൽ തിയേറ്ററിൽ റിലീസായി വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ടായി, വലിയ ഹിറ്റാകുന്നു എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ വല്ലപ്പോഴും കിട്ടുന്നൊരു ലാൻഡ് ഫോണിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങളിൽ മാത്രമാണ് അറിയുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലോ. നമുക്ക് തിയേറ്റർ ഇൻ്റർവെൽ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ റെസ്പോൺസൊക്കെ അറിഞ്ഞു, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ റിവ്യൂസ് പ്രേക്ഷകരിൽ നിന്ന് തന്നെ കിട്ടുന്നു. പിന്നെ അതിനെ പറ്റിയുള്ള അല്ലാതെ റിവ്യൂസ് വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തും. പക്ഷെ അന്ന് അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു കേൾക്കാം ഹിറ്റായി, അവിടെ ഹിറ്റായി എന്നൊക്കെ ചില ലാൻഡ് ഫോണിൽ നിന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മളപ്പോൾ ആ സമയത്ത് ഫോണുള്ള ഒരിടത്താണെങ്കിൽ, നമ്മളുള്ള സ്ഥലത്തൊരു ഫോൺ നമ്പർ അവർക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ആ ഇൻഫർമേഷൻ എത്തുകയുള്ളൂ. ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതിനും അപ്പുറത്തേക്ക് ആദ്യമായിട്ട് ഇതിനെ ഡയറക്റ്റായിട്ട് എനിക്കൊരു ഈ സിനിമയുടെ ഒരു വിജയത്തെക്കുറിച്ച് എന്നോട് പങ്കുവെക്കുന്നത് മോഹൻലാലാണ്. അത് ഈ സിനിമ ഇറങ്ങി 2 ആഴ്ചയ്ക്ക് ശേഷമാണ്. ഞാൻ ആ സമയത്ത് ദശരഥത്തിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് ഊട്ടിയിലാണ്. ഈ 2 ആഴ്ച സിനിമ എത്ര ഹിറ്റായി എന്നുള്ളത് അറിയുന്നുണ്ട്. അതിൻ്റെ ഒരു നമ്മൾ പേഴ്സണലായിട്ട് അതിനെ ആ സ്ഥലത്ത് അതിനെ
അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. തിയേറ്ററുകളിൽ പോയി പ്രേക്ഷകരോട് ഇരിക്കുമ്പോൾ കിട്ടുന്ന കണ്ടോ, നമ്മൾ ചെയ്ത ഒരു വർക്കിലെ ആ ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകരുടെ കൂടെ നമ്മൾ ഇരുന്നു കൊണ്ട് അവരുടെ കയ്യടികളും അവരുടെ ഇമോഷൻസിനൊക്കെ അവർ നമുക്കും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായില്ല. മറ്റു ചില സിനിമകൾക്കൊക്കെ നമ്മൾ പോയി തിയേറ്ററുകളിൽ പോയി അവരുടെ കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനതിനൊരു അവസരം ഉണ്ടായില്ല. അപ്പോൾ ലാൽ അവിടെ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്, ദശരഥത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഊട്ടിയിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് നമ്മുടെ പടം ഭയങ്കര ഹിറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞു. അതാണ് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നത്. അല്ല ബാക്കിയെല്ലാം ഫോണുകളിൽ കൂടി ഒരാൾ അത് ലാല് സിനിമ കണ്ടിട്ടും അല്ല പ്രശ്നം, ലാൽ ഡബ് ചെയ്തപ്പോൾ മാത്രം കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ലാലിന് കിട്ടിയ ഫീഡ്ബാക്ക് എന്നിലേക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫേസ് ടു ഫേസ് നിങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഷെയറിംഗ് എന്ന് പറയുന്നത് അതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ അതൊരു ശരിക്കും വലിയ നഷ്ടമാണ്. നമുക്കത് അവിടെ പോയി അന്നത്തെ പലപ്പോഴും സക്സസ് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരുപാട് അതിന് പുറകിലുണ്ടായ നമ്മുടെ എഫേർട്ടുണ്ട്. ആ എഫേർട്ടുകൾക്കെല്ലാം ഒരു പൂർണ്ണത വരുന്നത് അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ആ ഒരു സർക്കിൾ പൂർത്തിയാകുന്നത്. അത് ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടാതെ പോയി എന്നുള്ളതാണ്. ഇപ്പം ഈ ഇടയ്ക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. 23 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് ഈ സിനിമ അന്ന് ഷൂട്ട് ചെയ്തതെന്നുള്ളത്. ഇന്നത്തെ ഒരു സിനിമ ഇറങ്ങുമ്പം അതിൻ്റെ ലാഭം നോക്കുന്നതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. തിയേറ്റർ കളക്ഷൻ ഉണ്ട്, OTT ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്. ഇന്നത്തെ പോലെയുള്ള ഓൺലൈൻ പ്രൊമോഷൻസ് ഇല്ല. ഇപ്പം ഇൻ്റർവ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള പോലെയുള്ള ഈ ഓൺലൈൻ ഇൻ്റർവ്യൂസ് അല്ല, പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ ഇതിൻ്റെ ഒരു ലാഭം എങ്ങനെയായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്? ഈ പറയുന്ന പോലെ 23 ലക്ഷം രൂപയാണ് അതിൻ്റെ മുടക്കുമുതൽ എന്നുള്ളത് ശരി തന്നെയാണ്. അന്ന് ഇന്നത്തെ പോലെ സിനിമയുടെ ഇൻഡസ്ട്രിയിലുണ്ടാകുന്ന ബിസിനസ്സിൻ്റെ രീതികളൊക്കെ വ്യത്യസ്തമാണ്. മുൻകാലങ്ങളിലൊക്കെ ആദ്യകാലത്ത് നിങ്ങളത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ അത് മൊത്തമായിട്ടും അതിൻ്റെ ഒരു ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവുകയും അയാൾ കുറേയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടാവും, അഡ്വാൻസസൊക്കെ കൊടുക്കും. അങ്ങനെ ചെയ്ത് ബാക്കി പ്രൊഡ്യൂസറും മുടക്കിക്കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ തിയേറ്ററുകളിൽ നിന്ന് അക്കാലത്ത് തിയേറ്ററുകാരുടെ ഒരു കോൺട്രിബ്യൂഷൻസ്, ഇപ്പോൾ ഒരു സ്റ്റാറുള്ള പടങ്ങളൊക്കെ ആണെങ്കിൽ തിയേറ്ററുകാരൊക്കെ അവർക്ക് ആ തിയേറ്ററിൽ പടം കിട്ടാൻ വേണ്ടിയിട്ട് അവരും ചെറിയ തുകകളും കൊടുക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അന്നത്തെ നിർമ്മാതാവ് മുന്നോട്ട് പോയിരുന്നത്. പിന്നൊരു കാലഘട്ടത്തിൽ ഇത്തരം വലിയ സ്റ്റാറുകളുടെ സിനിമകൾക്ക് ഒരു ഔട്ട്റൈറ്റ് ബിസിനസ് തുടങ്ങി. അതായത് ഒരു സിനിമ മൊത്തമായിട്ട് അവർ വാങ്ങും ഒരു എമൗണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് നമ്മൾ പ്രൊഡ്യൂസർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, ആ ബഡ്ജറ്റിന് മുകളിൽ ഇയാൾക്കൊരു ടേബിൾ പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു എമൗണ്ടിലായിരിക്കും അത് കൊടുക്കുന്നത്. ഇപ്പോൾ കിരീടത്തെ സംബന്ധിച്ചോളം 23 രൂപ ബഡ്ജറ്റ് പ്രൊഡ്യൂസർ മനസ്സിൽ കണ്ടു കാണാം. അതൊരു 27 ലക്ഷം രൂപയ്ക്കാണ് ഔട്ട്റൈറ്റ് വിറ്റത്. അപ്പോൾ ടേബിൾ പുള്ളിക്കൊരു 4 ലക്ഷം രൂപ സിനിമ കഴിയുമ്പോൾ കിട്ടും. അത് കൃത്യമായിട്ട് ആ ബഡ്ജറ്റിനുള്ളിൽ തീർക്കുകയാണെങ്കിൽ അയാൾക്ക് അത് ലാഭമാണ്. അങ്ങനെ ഈ സിനിമയ്ക്ക് അതുണ്ടായി. പിന്നെ ഈ പറയുന്ന പോലെ മറ്റ് OTTs സാറ്റലൈറ്റ് ബിസിനസ്സൊന്നും അന്നില്ല. അന്നുണ്ടാകുന്ന ആ പഴയ ഓഡിയോ കാസറ്റ് അല്ല വീഡിയോ കാസറ്റിൻ്റെ റൈറ്റ്സ് പോകുന്നതാണ്. അതും വലിയ തുകകളൊന്നുമില്ല. പിന്നെ ഓഡിയോ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഒരേ പാട്ട് മാത്രമേ ഉള്ളത് കൊണ്ട് അതിനും അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ സാധ്യത ഉണ്ടായില്ല. പിന്നെ ഇതിൻ്റെ റൈറ്റ്സാണ്, ഈ റീമേക്കിംഗ് റൈറ്റ്സ് പോയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഹിന്ദിയിലേക്കും മറ്റ് ഭാഷകളിലേക്കൊക്കെ ഈ സിനിമയുടെ റൈറ്റ്സ് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വരുമാനം കൂടെ പ്രൊഡ്യൂസർക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം എങ്കിൽ പോലും പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അതൊരു വലിയ ഒരു സക്സസ്സും ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ മുടക്കിയതിനേക്കാൾ കൂടുതൽ ലാഭമായിട്ടൊരു നല്ലൊരു എമൗണ്ട് വന്നു ചേരുന്നു. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 5-1 അയാൾക്ക് തിരികെ കിട്ടുന്നു എന്ന് പറയുന്നൊരു കാര്യവും വളരെ അന്നത്തെ കാലത്ത് വലിയ കാര്യമായിരുന്നു. ഇതിൽ ലോഹിതദാസ് സാർ 3 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് എന്ന് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലും ഇങ്ങനെ കണ്ടിരുന്നു. 3 ദിവസം കൊണ്ട് ഇത്രയും ഇൻഡെപ്തിലുള്ളൊരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് സാർ അന്ന് ഫസ്റ്റ് ടൈം ആ സ്ക്രിപ്റ്റ് കേട്ടു, അതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ലൈക്ക് ഈ കിരീടം സിനിമയാക്കി ചെയ്യാമെന്ന് തീരുമാനിച്ച ആ ഒരു ഫസ്റ്റ് മൊമെൻ്റ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഇല്ല, ഇത് സിനിമയാക്കി ആക്കാമെന്നുള്ള തീരുമാനം നേരത്തെ ഉള്ളൂ. കാരണം ഈ കഥയിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഈ കഥയിലേക്ക് എത്തുന്നത് തന്നെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ, ഞാനും ലോഹിതദാസും ചേർന്നൊരു ആദ്യത്തെ സിനിമ തനിയാവർത്തനമാണ്. അത് 1987 87 ആ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൊച്ചിയിലുണ്ട്, ഇവിടെ ഒരു ഹോട്ടലിലുണ്ട്. ഞങ്ങളതിൻ്റെ ആദ്യത്തെ ഷോ തിയേറ്ററിൽ പോയി കണ്ടു. ഒരു നൂൺ ഷോ ആയിരുന്നു. പോയി കണ്ടു, തിരികെ വന്ന് ഞങ്ങൾ ഇതേ ഹോട്ടലിൽ
ഞങ്ങളുടെ അടുത്ത സിനിമയുടെ ആലോചനകളായിട്ട് ഇരിക്കുകയാണ്. എഴുതാപ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ ആലോചനകളായിട്ട് അവിടെ ഇരിക്കുകയാണ്. അല്ല, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനാണ് അതിൻ്റെയും അതെ ആ സിനിമയുടെ കാര്യങ്ങളായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഫസ്റ്റ് ഷോ മറ്റോ കണ്ടു കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഞങ്ങൾ ആ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ വന്നു. അപ്പം ചുള്ളിക്കാട് വന്നത് ഞങ്ങളുടെ ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായ ഒരു ഇമോഷണൽ ഒരു എന്താ അനുഭവം, ആ അനുഭവം ഞങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പം അവിടെ വന്നിട്ട് അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ വാദവരാതെ പറയുകയൊക്കെ ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, അതെനിക്ക് തോന്നുന്നു അതിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. അതൊരു ഗുണ്ടയുടെ കഥയാണ്. ഗുണ്ടയെന്ന് പറഞ്ഞാൽ ഒരു ഫോളൻ ഗുണ്ടയാണ്. ഒരു കാലത്ത് വലിയ ഗുണ്ടയായിട്ട് ജീവിച്ചിരുന്ന ഒരാൾ ഒരു ഘട്ടത്തിൽ അയാളുടെ കുതികാലിന് വെട്ടുകിട്ടി. മനുഷ്യൻ്റെ കുതികാലിന് വെട്ടുകിട്ടിയാൽ നമുക്ക് നടക്കാനോ, കുതികാലെന്ന് പറയുന്നത് നമ്മുടെ ഉപ്പിട്ടിയുടെ മുകളിലുള്ള ഞരമ്പാണ്. അത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ വീണുപോയ ഒരു ഗുണ്ടയുടെ കഥ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു എലമെൻറ്റ് നമ്മുടെ മനസ്സിൽ അങ്ങനെ കേൾക്കും. ഈ ഗുണ്ട സ്റ്റോറിയിലേക്ക് നമ്മൾ എത്തുന്ന അവിടെയാണ്. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ കഥ മുൻപ് ഒരു സംവിധായകനോട് പറഞ്ഞിരുന്നു, ഇപ്പോൾ അദ്ദേഹം ആ കഥ ചെയ്യാനായിട്ടുള്ള ഒരു ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്നു, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊരു അനുവാദം ചോദിക്കാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലോഹിദാസിനടുത്ത് പറയും, ഇങ്ങനെ ചുള്ളിക്കാട് ഇങ്ങനെ ആ കഥ തിരിച്ച് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ലോഹി പറഞ്ഞു, അതിനെന്താ കൊടുത്തോ, നമ്മുടെ കഥ ഇതല്ലല്ലോ, ഇത് വീണ ഗുണ്ടയുടെ കഥയല്ലേ, നമ്മൾ വാഴാൻ പോകുന്നൊരു ഗുണ്ടയുടെ കഥയാണ് പറയാൻ പോണേ എന്ന് പറഞ്ഞ് നമ്മളത് അങ്ങനെ തിരിച്ച് പലച്ചോളം പറഞ്ഞു. പിന്നെ അവരത് സിനിമയാക്കി. അപ്പോൾ ലോഹി പറഞ്ഞു, നമുക്ക് ആ സിനിമ ഒന്ന് ഇറങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി. പിന്നീട് 2-3 മാസം കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ വന്നു. ആ സിനിമയുടെ പേര് ഊഴം എന്നായിരുന്നു. ഹരികുമാർ എന്ന് പറയുന്ന സംവിധായകനാണ് ചെയ്തത്. അതിനകത്ത് അഭിനയിച്ചിരുന്നത് നടൻ ദേവനും പാർവതിയുമായിരുന്നു. ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ ദിവസം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഇവിടെ എറണാകുളത്ത് തിയേറ്ററിൽ പോയി കാണുന്നു. കണ്ടപ്പം നമ്മുടെ സിനിമയായിട്ട് ഒരു ബന്ധമില്ല. അത് വേറെ കഥയാണ്. വീണുപോയൊരു ഗുണ്ടയുടെ അയാളുടെ അതിജീവനത്തിൻ്റെയൊക്കെ കഥയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥയുമായിട്ട് ഒരു സാമ്യമില്ലാത്തത് കൊണ്ട് നമ്മളതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ കഥ പല ഘട്ടങ്ങളായിട്ട് ഞാനും ലോഹിയും കൂടി ഇരുന്ന് പല കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു എഴുത്ത് രൂപത്തിലേക്ക് വളരെ ലേറ്ററായിട്ട് ലാലിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ പോലും എഴുതപ്പെട്ടിട്ടില്ല. ലാലിൻ്റെ അടുത്ത് ലോഹി വേർബലായിട്ട് നറേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതിന് ശേഷം ലാലിത് ഈ പ്രോജക്റ്റിലേക്ക് ഇന്നായ ശേഷമാണ് എഴുതുന്നത്. അപ്പോൾ ആ എഴുതാൻ ഉള്ള സമയത്ത് ഇത്രയും ധൃതി വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഞങ്ങളിതിൻ്റെ ലൊക്കേഷനൊക്കെ നോക്കാൻ പോകുന്ന സമയത്താണ് ലോഹിദാസിൻ്റെ ഭാര്യ അടുത്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഓൺ ദ വേ ലൊക്കേഷൻ കണ്ടു വരുന്ന വഴിക്കാണ് അതൊരു ബൂത്തിൽ നിന്ന് വിളിച്ചു നോക്കുമ്പോഴാണ് ഭാര്യയെ പ്രസവിച്ചു എന്നറിയുന്നത്. രണ്ടാമത്തെ കാര്യം എൻ്റെ വിവാഹമാണ്. ആ സമയത്ത് അതും തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ എഴുതി തീരാത്തപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, താൻ എന്തായാലും സിവിയുടെ കല്യാണത്തിന് പോകണമെങ്കിൽ ഇത് എഴുതി തരുകൂടെ പറഞ്ഞു. അപ്പോൾ അതിന് വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്രയും ധൃതി പിടിച്ച് അത് എഴുതി. 3 ദിവസമായിരിക്കും എനിക്ക് പറഞ്ഞു കേട്ട അറിവുള്ളതിനെ പറ്റി. അങ്ങനെ എൻ്റെ കല്യാണത്തിന് അദ്ദേഹം വന്നു എന്നൊക്കെയാണ് ഉള്ള അതിൻ്റെ ചരിത്രം. അപ്പോൾ പക്ഷേ ആ 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ടോ അത് എഴുതുമ്പോൾ ആ എഴുത്തെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ കിരീടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഒരു പുതിയ തലമുറയിലെ എഴുത്തുകാർക്കും സിനിമ പ്രവർത്തകർക്കും ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. അത് ഒരു കാലങ്ങളോളം നമുക്ക് എന്താണ് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു വലിയ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പാഠമാണത്. പെർഫെക്റ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നിന്നൊരു ഒന്നും എടുത്ത് നമുക്ക് മാറ്റാൻ കഴിയാത്ത വിധത്തിൽ അത്ര വെൽ കണക്റ്റഡായിട്ട് വെൽ നിറ്റഡായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ അത് ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് എഴുതുകയാണെങ്കിൽ എന്തുമാത്രം വലിയൊരു പ്രതിഭയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ കൊതി വരും. അങ്ങനെയൊക്കെ എഴുതാനായിട്ട് നമ്മൾ കൊതിച്ചു പോവാണ്. ഇപ്പം പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്നായിരുന്നു ക്ലൈമാക്സിനിലെ ലാലേട്ടൻ ചെയ്യുന്നതിൻ്റെ അത് ലാലേട്ടൻ ആ മൊമെന്റിൽ കൈ നിട്ടതാണെന്ന് പറഞ്ഞു. സാർ അപ്പോൾ അത് ചെയ്തോളാനായിട്ട് പറഞ്ഞിരുന്നു. പിന്നീട് അതിൻ്റെ കുറച്ച് സ്റ്റഡീസൊക്കെ വന്നിട്ടാണ് ഒരാൾ മെൻ്റലി ആൾ മാറി തുടങ്ങുമ്പം അയാളിൽ വരുന്ന ഒരു മാനറിസം ആണെന്ന് പിന്നീടാണ് അറിയുന്നത്. അപ്പം ആ ഒരു മൊമെന്റ് അത്
ലാലേട്ടൻ അത് പെർഫോം ചെയ്യുന്നു, സാറ് ഇവിടെ ഇരുന്ന് കാണുന്നു. അപ്പം ആ ആക്ടിവിറ്റി അത് ചെയ്തോളാൻ പറയുന്നു. അത് ചെയ്തോളാൻ പറഞ്ഞ ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? അത് ഒരുപാട് ചർച്ച ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇല്ല, ഈ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ സീൻ എടുക്കുക, ഇയാൾ കാളവണ്ടിയുടെ സൈഡിൽ വന്നിരുന്ന് കഴിയുമ്പം ഇയാളെ കൊന്നു എന്ന്, അപ്പോൾ ഇയാൾ കിരിക്കാടൻ മരിച്ചു എന്നാണ് അയാളുടെ മനസ്സിലാണ്. അടിച്ചു, ഇയാൾ അബോധാവസ്ഥയിൽ കിടക്കുന്നൊരു ഘട്ടത്തിൽ, അപ്പോൾ ഇയാൾ മരിച്ചു പോയി കഴിഞ്ഞു എന്നാണ് സേതുമാധവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഇയാളൊരു എക്സെൻട്രിസിറ്റിയിലേക്ക് പോയി. ഞാൻ ലാലിൻ്റെ അടുത്ത് പോയി ഇരുന്ന് പറഞ്ഞത്, ലാലിൻ്റെ അടുത്തിരിക്കുക, ഞാനും അടുത്ത് പോയി ഇരുന്നിട്ട് പറഞ്ഞത്, ഇപ്പോൾ ഇയാൾ നോർമലല്ല, അയാളൊരു എക്സെൻട്രിസിറ്റിയിലേക്ക് പോയിരിക്കുന്നു, പഴയ സേതുമാധവനല്ല അയാൾ. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ജസ്റ്റർ വേണം. ഇരുന്നു കൊണ്ട് ലാലിൻ്റെ ഒരു ക്ലോസപ്പ് ഞാൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റർ വേണം, എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. അപ്പോൾ ലാലും ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചു, ഞാനെടുത്തിരിപ്പുണ്ട്. എന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് ച്യൂ ചെയ്യട്ടെ, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ജസ്റ്റർ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലാൽ പറഞ്ഞു ഞാനൊന്ന് ച്യൂ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ലാൽ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഓക്കെയാണ്, അത് വളരെ സട്ടിലാണത്, വളരെ സൂക്ഷിച്ചാൽ നമുക്കത് കാണുള്ളൂ. അങ്ങനെയാണ് അത് ചെയ്തത്. ലാലത് പിന്നീടുള്ള എല്ലാ ഷോട്ടുകളിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള അളവിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അത് വർക്കായത്. അത് പക്ഷേ പിന്നീട് ഈ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയുണ്ട്. പിന്നീട് ഒരു സിനിമയിൽ കൂടി ഇതിൻ്റെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സതയത്തിലാണ്. സതയത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സീൻ വന്നപ്പോഴും ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് ചെയ്ത പോലെ അല്ലാതെ, അല്ലെങ്കിൽ അതിനോട് അത്തരത്തിലൊരു എക്സെൻട്രിസിറ്റിയുടെ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് അതിൻ്റെ ഒരു വളരെ ലൈറ്റർ വേർഷൻ ചെയ്തിട്ടുള്ളത്. ഇത്ര ഈ വൈകാരികമായിട്ടുള്ള ഒരു മൊമെന്റ് ചെയ്തപ്പം ലൈക്ക് ലാലേട്ടനെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അത്ര അധികം ഇമോഷണൽ സീൻ ചെയ്താലും ആ സീൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ ക്യാരക്ടറിൽ നിന്ന് അദ്ദേഹം പുറത്ത് വരും എന്നുള്ളത്. അപ്പം ഈ സേതുമാധവൻ പോലെ ഒരു ക്യാരക്ടർ, എസ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സ് സീൻ കഴിഞ്ഞിട്ട് ലാലേട്ടൻ എങ്ങനെയായിരുന്നു ആ കഥാപാത്രത്തിൽ നിന്ന് ലാലേട്ടൻ പെട്ടെന്ന് തന്നെ പുറത്ത് വരുന്നുണ്ടായിരുന്നു? ലാൽ ഒരിക്കലും അതിനകത്ത് ഇങ്ങനെ പെട്ടുപോകത്തില്ല. ഷോട്ടിന് മുമ്പും പിമ്പും ലാൽ വേറെ നോർമൽ ആൾ തന്നെയാണ്. എത്ര ഇമോഷണലായിട്ടുള്ള ഒരു സീൻ ചെയ്താലും അതിന് തൊട്ടും അയാൾ എന്തെങ്കിലും തമാശയിലായിരിക്കും. ഒന്നെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ലൈറ്റ് ബോയ് ആയിട്ടുള്ള തമാശയായിരിക്കാം, എന്തെങ്കിലും ആൾക്കാരെ ടീസ് ചെയ്തുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന അതും ഞാനപ്പോൾ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഒരു മനുഷ്യനിങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്. ഒരു ഷോട്ട് ഒരുപക്ഷെ റിഹേഴ്സലിൽ പോലും അത്ര പുള്ളി ഒരു ഇൻപുട്ട് തരത്തില്ല. അല്ല, റിഹേഴ്സലൊക്കെ കാണുമ്പോൾ നമ്മൾ പോരാന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് ചെയ്ത് അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം ടേക്കിൽ ഇയാൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നറിയാം. എല്ലാ സിനിമകളിലും അങ്ങനെയാണ്. നമ്മൾ ഇത്രയും ഇയാളെ എൻ്റെ എത്രയോ സിനിമകളിൽ ഇങ്ങനെ അടുത്ത് നിന്ന് ഇയാളുടെ ഇത് കണ്ട് ശീലമുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ അതിനെപ്പറ്റി കൺഫ്യൂഷനില്ല ഒരിക്കലും. ഇയാളെ ഇപ്പോൾ ഡബ്ബിങ്ങിൽ പോലും, ഡബ്ബിങ്ങിൽ ഞാനിപ്പം കൺസോളിലിരുന്ന് കേൾക്കുമ്പോൾ അകത്ത് ഡബ് ചെയ്യുമ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് കൂടെ ഇരിക്കുമ്പോഴും ഇയാൾ ഒരു ഷോട്ട് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് വരുന്ന സമയത്ത് പുള്ളി ഇവരോട് തമാശ പറഞ്ഞിരിക്കും. എനിക്ക് ഈ തമാശ ഇതിൽ കൂടെ കേൾക്കാം, ഹെഡ്ഫോണിൽ കൂടെ കേൾക്കാം. അവർ തമാശയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല അല്ലേ ഷോട്ട് വന്നെന്ന് പറഞ്ഞാൽ അപ്പം നിർത്തിയിട്ട് തരാം, അത് ഡബ് ചെയ്യും. അത്രമാത്രം സ്വിച്ച് ഓവർ ചെയ്ത് ഇയാൾക്ക് ഒരു നോർമാലിറ്റിയിൽ നിന്നും ആ ക്യാരക്ടറിൻ്റെ ഇമോഷനിലേക്ക് പെട്ടെന്ന് മാറുകയും പെട്ടെന്ന് അതിൽ ഡിറ്റാച്ച് ചെയ്യുകയും ചെയ്യും. അത് വളരെ അപൂർവമായിട്ട് ആൾക്കാർ, ചിലരൊക്കെ ഈ കഥാപാത്രത്തെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന ഗോപിച്ചേട്ടനായാലും മുരളിയൊക്കെ ആയാലും അവരൊക്കെ ഇതിനെ വല്ലാതെ കൂടെ ഉള്ളിലെടുക്കും. കാരണം അവർക്ക്, എനിക്ക് തോന്നുന്നു അവരൊക്കെ തിയേറ്റർ ഒരു എക്സ്പീരിയൻസും കൂടെ വരുന്നതുകൊണ്ട് അവർ കുറച്ചും കൂടെ അതിനെ വളരെ ഉള്ളിലേക്ക് എടുത്ത് ചെയ്തു ശീലിച്ചു ആയതുകൊണ്ട്. ലാല് പക്ഷേ അങ്ങനെയല്ല. ലാൽ ഈസ് എ സ്പോണ്ടേനിയസ് ആക്ടർ. അയാളൊരിക്കലും ട്രെയിൻഡ് ആക്ടറല്ല. അയാൾ ഒരു വളരെ നാച്ചുറലി അതിലേക്ക് വന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അയാൾക്കതൊരു ഭാരമല്ല. ഇപ്പം കിരീടം ഇപ്പം ഈ ഒരു ആഴ്ച തന്നെ റിലീസിന് വരികയാണ്. ഇതിന് ശേഷം ഇനി ചെങ്കോലിൻ്റെയും ഒരു റീ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവോ? അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. കാരണം അതിൻ്റെ പ്രിൻ്റുകളുണ്ടോ, ഇതിൻ്റെ ഒരു പ്രിൻ്റ് നല്ല രീതിയിൽ റെസ്റ്റോർ ചെയ്തു. ഇങ്ങനെ ഒരു റീ റിലീസിനെ കുറിച്ച് നമ്മൾ എത്താൻ കാരണം ഇത് NFDCയിൽ നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അവർ ചെയ്തൊരു പ്രോസസ്സാണ് ഇതിൻ്റെ റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. നാഷണൽ ഫിലിം ആർക്കൈവ്സിൽ ഇതുണ്ടായിരുന്നു. നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് NFAI എന്ന് പറയുന്ന സ്ഥാപനം. അത് പൂനെയിലുള്ള നമ്മുടെ നാഷണൽ ആർക്കൈവ്സാണ്. അവിടെ നമുക്ക് ദേശീയ അവാർഡ് കിട്ടുന്ന സിനിമകളുടെ എല്ലാം കോപ്പി അവർ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ സൂക്ഷിച്ചിരുന്ന പ്രിൻ്റിൽ നിന്നും അത് പോസിറ്റീവാണ്, നെഗറ്റീവല്ല. അവർക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ അവാർഡിന് നമ്മൾ അയച്ച പ്രിൻ്റ് അവരവിടെ
അവാർഡ് കിട്ടിയ സിനിമയുടെയൊക്കെ അവരവിടുത്തെ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു പ്രിൻ്റാണത്. അതിൽ നിന്നും അവർ റെസ്റ്റോർ ചെയ്തത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റി ആ സമയത്ത് അതിൻ്റെ പ്രോസസ്സ് നമ്മളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആ സമയത്ത്. അപ്പോൾ ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ റെസ്റ്റോറേഷൻ നടക്കുമ്പോൾ അവർ ചെയ്യുന്ന ആ കറക്ഷനെ അതിൻ്റെ DOP ഒറിജിനൽ DOP ആരായിരുന്നോ അയാളുടെ പ്രസൻസിൽ വേണം ആ പ്രോസസ്സ് ചെയ്യാനായിട്ട്, അതിൻ്റെ കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ DOP S. കുമാറായിരുന്നു, അദ്ദേഹം പോയി അത് ചെയ്തു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് DOP അത് ഓക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിലിം മേക്കർ, ഞാൻ തന്നെ ഡയറക്ടർ തന്നെ പോകണം. നമ്മൾ പോയി കണ്ടിട്ട് ആ ചെയ്ത് നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഫൈനൽ ഒരു തീരുമാനത്തിലെത്തുള്ളൂ. അങ്ങനെ ചെയ്തതാണിത്. അപ്പോൾ ഞാൻ തന്നെ പോയി, കുമാറും പിന്നീട് ഞാനും പോയി കണ്ടത് അപ്രൂവ് ചെയ്തതാണ്. എന്നിട്ട് അത് കഴിഞ്ഞ IFFI ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗോവയിൽ നടക്കുമ്പോൾ അവിടെ ഇത് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ചെയ്യുന്നൊരു NFDCയുടെ പ്രോജക്റ്റ് ഇതാണ്. റിസർവേഷൻ പ്രോസസ്സിൽ നടന്ന ആദ്യത്തെ സിനിമ ഇതാണ്. അതുകൊണ്ട് തന്നെ അവർ അതിനൊരു റെഡ് കാർപ്പറ്റ് പ്രീമിയർ അവിടെ നടത്തിയിരുന്നു, ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട്. അപ്പോൾ അതിലേക്ക് എന്നെ വിളിച്ചിരുന്നു, ഞാൻ അവിടെ പോവുകയും അവിടുത്തെ ഫോറിൻ ഡെലിഗേറ്റ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഞാനാണ് ആ പടം വന്ന് അവിടെ ഓഡിയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അവിടെയും ഇതേപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി. ആൾക്കാർ വലിയ രീതിയിൽ ഇതിനെ കാണുകയും, ഇത് കാണാത്ത ആൾക്കാരാണ് കൂടുതലും, മലയാളികൾ വളരെ ചുരുക്കമായത്. പക്ഷേ അന്യഭാഷക്കാരായ ഇന്ത്യയിലുള്ള അന്യഭാഷക്കാരായാലും വിദേശ ഡെലിഗേറ്റ്സും ഒക്കെ വന്നിരുന്ന് കാണുകയും അവരൊക്കെ വലിയ രീതിയിൽ എന്നോട് അപ്രീഷിയേഷൻ കാണിക്കുകയും ഒക്കെ ചെയ്തു. ഒരുപക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ആ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ലേറ്റ് നൈറ്റ് ഷോ ആയതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. പടം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എനിക്ക് വേണ്ടി ആരാണ് ഈ ഫിലിം മേക്കർ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്, അവരെല്ലാം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് പിറ്റേ ദിവസം ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്തു എന്നുള്ളത്. കാരണം തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ വിചാരിച്ചു ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അത് മിസ്സായി. കാരണം നമ്മൾ ഈ കഴിഞ്ഞ 37 വർഷങ്ങളായിട്ട് ഒരു ദിവസമെങ്കിലും ഈ കിരീടത്തെക്കുറിച്ച് കേൾക്കാതിരിക്കില്ല. ആരെങ്കിലും നമ്മളോട് ഇതിൻ്റെ ഒരു അവരുടെ അനുഭവം പങ്കുവെക്കുന്ന അനുഭവങ്ങളോട് ഇത്രയും നാളുകൾ നമ്മൾ കടന്നുവെങ്കിലും ഇങ്ങനൊരു മലയാളികളല്ലാത്ത വിദേശികളായ ആൾക്കാരിൽ നിന്ന് അത് കിട്ടുക എന്നൊരു അവസരം നഷ്ടപ്പെട്ടു പോയി. ഇപ്പം ഈ കിരീടം ഇപ്പോൾ സാറിൻ്റെ മൂന്നാമത്തതാണ് റിലീസ് ചെയ്യുന്ന സിനിമ. ദേവദൂതൻ ചെയ്തു, സമ്മറിൻ ബദ്ലഹേമായി, ഇപ്പം കിരീടമായി. അപ്പം ഈ റിലീസ് ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവം, ഇപ്പം ഈ ഒരു അനുഭവം പറഞ്ഞു, റിലീസ് ചെയ്യുമ്പം പുതിയ ആളുകളിലേക്ക് അല്ലെങ്കിൽ കണ്ട ആളുകളിലേക്ക് തന്നെ ഈ 4K ദൃശ്യമികവോടെ എത്തിക്കുന്നു, കൂടുതൽ നല്ല സൗണ്ട്സ്കേപ്പും എല്ലാം യൂസ് ചെയ്തിട്ട് എത്തിക്കുന്നു. ആ ഒരു അനുഭവം ആദ്യ ദിവസത്തെയും ഈ റിലീസും തമ്മിൽ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അതെ, ഇതിപ്പം ദേവദൂതൻ ചെയ്തപ്പോഴും ഇതുപോലെ ഞാൻ അവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ മദ്രാസിലിരുന്നാണ് അതിൻ്റെ റിസൾട്ട് കേട്ടത്. കിരീടത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓഡിയൻസിൻ്റെ അവിടെ ഇരുന്ന് എനിക്ക് ദേവദൂതൻ കാണാൻ പറ്റി. ഞാൻ പല തിയേറ്ററുകളിലും പോയി, അവിടെയൊക്കെ കണ്ട അനുഭവം എന്ന് പറയുന്നത് സിനിമ കഴിഞ്ഞിട്ടും ആൾക്കാർ എഴുന്നേൽക്കുന്നില്ല. അതിൻ്റെ ഒരു എന്തൊരു മഹാനുഭാവർ വീണ്ടും നമ്മൾ റീപ്ലേ ചെയ്തു റോളിംഗ് ടൈറ്റിൽസ്. അത് മുഴുവൻ കഴിഞ്ഞ് സൗണ്ട് നിന്ന് സ്ക്രീൻ ബ്ലാങ്ക് ആയ ശേഷം ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ ഉണ്ടായിരുന്നു. എല്ലാ തിയേറ്ററുകളും യൂണിഫോമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന തിയേറ്ററുകളെല്ലാം സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ആദ്യത്തെ സമയത്ത് ഇല്ലാതെ പോയതാണ്. ഇപ്പോൾ ഈ സിനിമയും വരുമ്പോൾ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമല്ലോ. അത്ര വലിയ സന്തോഷങ്ങളുണ്ട്. സേതുമാധവനെയും എല്ലാവരെയും കാണാനായിട്ട് എല്ലാവരെയും പോലെ ഞാനും വെയിറ്റിംഗ് ആണ്. റിലീസ് ടൈമിൽ ഞാൻ ജനിക്കുന്നതിന് ഒരു 9 വർഷം മുൻപാണ് സിനിമ റിലീസായത്. അപ്പം വീണ്ടും തിയേറ്ററിൽ കാണാനായിട്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും എന്നെപ്പോലെ തന്നെ എൻ്റെ ഓഫീസിൽ നിന്നും പറഞ്ഞു വിട്ടിരുന്നു ഇത് കാണാനായിട്ട്, നമ്മളെല്ലാവരും കൂടെ കാണാനായിട്ട് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ മാസം കിരീടം 4K റിലീസ് ചെയ്യുകയാണ്. അപ്പം എല്ലാവിധ ആശംസകളും. അന്ന് വലിയൊരു വിജയമായ സിനിമ വീണ്ടും ഇപ്പോഴത്തെ തലമുറയിൽ വീണ്ടും നല്ലൊരു വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഒരു 2 years കഴിഞ്ഞിട്ടാണ് സാറിനെ വീണ്ടും എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പറ്റിയത്. അതിലും ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച് സാർ.